ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനന്ന് എൻ്റെ ചെറിയ പൂക്കളെ വിരിഞ്ഞ് കുഞ്ഞു പിഞ്ചിൻ്റെ ചിത്രം അന്ന് കാട്ടി തന്നിരുന്നു. ഇതിപ്പോൾ അത് കുറച്ചുകൂടി വിളവായിട്ടുണ്ട്. ഇതിപ്പോൾ അച്ചാറിടേണ്ട പരുവത്തിലേക്ക് ആയിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി പാകാവാനുണ്ട്. അപ്പോൾ നല്ല ചുവപ്പ് കളറായിരിക്കും. ഇപ്പോൾ പിങ്ക് കളറാണ്. ഇത് നമുക്ക് വലിച്ച് അച്ചാറുണ്ടാക്കാൻ പാകമായിരിക്കും. ഞാനിത് കുറച്ച് വലിച്ചെടുക്കാൻ പോവുകയാണേ. ഇത്തവണ ചെടി നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മാത്രം ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി വലിച്ചെടുത്തതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, ഇതാദ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പൂ വിരിഞ്ഞ് കഴിഞ്ഞത് അതുപോലെ വെളുത്ത നിറത്തിൽ ചെറിയ പിഞ്ചായിട്ടാണ് വരിക. പിന്നെ കുറേ ആഴ്ചകൾ കഴിയുമ്പോഴാണ് ഇതെങ്ങനെ നിറം മാറി ഒരു ഭാഗം പിങ്ക് ഒരു ഭാഗം വെള്ളയായി നിൽക്കും. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ് മുഴുവൻ അങ്ങോട്ട് ചുവപ്പ് കളറായി വരും. അപ്പോഴാണ് നമ്മൾ പഞ്ചസാര പാവിലൊക്കെ ഇട്ട് അത് ശരിയാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉപ്പിലിടാൻ വേണ്ടി നേരത്തെ വലിച്ചെടുത്തതാണ്. ഇനി ആ ചുവപ്പ് കളറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു ബ്രൗൺ നിറമായി മാറും. അതും പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് അതേപോലെ കറുത്ത കളറായി മാറും. ആ സമയത്ത് അതൊക്കെ കൊഴിഞ്ഞു വീഴും. അപ്പോൾ അതിൻ്റെ വിത്ത് വീണ് അവിടെ തൈകളും മുളയ്ക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഞെട്ടി കണ്ടില്ല, ഞെട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു പാൽക്കറ കാണാം. ഈ കറ മുഴുവൻ നമ്മൾ കളഞ്ഞെടുക്കണം. ഞാനിതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് വരാം. ഞാൻ നല്ലപോലെ കഴുകി കറ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4-5 പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ടാണ് ഇതിൻ്റെ കറ കളഞ്ഞെടുത്തിക്കണേ. ഇനി നമുക്കൊരു ജാറോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഭരണി പോലുള്ള പാത്രങ്ങളോ ഭരണിയിലോ വേണം ഇത് ആക്കി വയ്ക്കാൻ. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വിനാഗിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ 1/2 ഗ്ലാസ് 3/4 ഗ്ലാസോളം വെള്ളവും ചേർക്കുക. രണ്ടും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ആ ഉപ്പ് മുഴുവൻ അതിലേക്ക് അലിഞ്ഞ് ചേർക്കുക. ഇതിലേക്ക് നമുക്ക് നേരാക്കി വെച്ച ചെറി ഇട്ട് കൊടുക്കാം. ഇത്രയും വെള്ളം ഇങ്ങനെ മുങ്ങിക്കിടക്കണ പോലെ ഇരിക്കുക. ഒരു 4-5 ദിവസം അങ്ങനെ കിടക്കണം. ചെറിയുടെ ഈ ഉപ്പിലിട്ടതിന് നമ്മുടെ നെല്ലിക്കയിട്ട ഉപ്പിലിട്ടില്ലേ, അതിനേക്കാളും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിൽക്കണം. ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് കുരു നമ്മൾ കളയേണ്ട കാര്യമില്ല. അത് നമ്മൾ ഫ്രൂട്ട് പാവിലിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിനകത്ത് കുരു കളയേണ്ടതുള്ളൂ. ഇതിലൊന്നും ചെയ്യേണ്ട ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.